ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കറി പോലും വേണ്ടട്ടോ, ഇതിന് വെറുതെ തന്നെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ആദ്യം തന്നെ ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി എടുക്കുന്നത് നല്ല നൈസായിട്ടുള്ള പൊടി എടുക്കണം കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏത് പൊടി എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഗ്ലാസ്സിനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ്സിന് തന്നെ വെള്ളവും അളന്നിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് കിട്ടേണ്ടത്. കപ്പിനാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഏത് പാത്രമാണെങ്കിലും ആ പാത്രത്തിനനുസരിച്ച് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വെച്ചാൽ ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് പെട്ടെന്നായി കിട്ടണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അതാ ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടൊക്കെ നീർദോശക്കൊക്കെ ബാറ്റർ തയ്യാറാക്കി എടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ അരിപ്പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് സ്മൂത്തായിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു ബാറ്റർ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 10 മിനിറ്റോളൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് മാത്രമാണ് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റ് മാത്രമാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതായത് വളരെ കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇഞ്ചിയും സവാളയാണ് കേട്ടോ. അപ്പോൾ അത് ആ കറിവേപ്പില ഒരു 2 തണ്ടുണ്ട് ചെറുതായി മുറിച്ചത്. അതുപോലെ തന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പച്ചക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക. പച്ചക്ക് ചേർത്ത് കൊടുക്കുന്നതും വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുന്നതും രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവാളയാണെങ്കിൽ നിങ്ങൾക്ക് 1 എടുക്കുക. ചെറുതായ രീതിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആക്കാരം. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചതല്ല, ഒരു ക്രഷ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദോശൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മഞ്ഞൾപ്പൊടി ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു കളറായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരാവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ സ്റ്റോവിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം നമുക്ക് മാവ് ഒരു തവി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ. നമ്മളിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അടപ്പ് മാറ്റിയതിൻ്റെ ശേഷം അപ്പോൾ തന്നെ നമ്മളിത് മറിച്ചിടരുത് കേട്ടോ. ഏകദേശം ഒരു 10 സെക്കൻഡോളം ഇങ്ങനെ വെക്കണം. അപ്പോഴേ ഉള്ള അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് വശത്ത് കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു വശം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മറിച്ചിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് സാധാരണ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇങ്ങനെ 2 സൈഡും നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ. അത് വെറുതെ കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം.
അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കിയെടുത്തപ്പോൾ. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാവ് ഒഴിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും ഒന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ്. അപ്പോൾ ഇരുമ്പിൻ്റെയൊക്കെ പാൻ ഉണ്ടെങ്കിൽ അതിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ ഇതിലുണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ദോശയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നല്ല നൈസായിട്ടുള്ള ദോശയാണ്. ഇനി രാവിലെ തന്നെ ഉണ്ടാക്കണമെന്നില്ല, ഡിന്നറിന് വേണമെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.